അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാനും ഏട്ടനും കൂടെ ഒന്ന് പുറത്ത് പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് വരാച്ചു. ഏട്ടൻ്റെ കസിനും ഏച്ചിയും മോളെല്ലാം ഉണ്ടായി. കാഞ്ഞിരങ്ങാട്ടുള്ള കെൻസ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. ഇതാണ് അശ്വതി ഏച്ചി. ഏച്ചി എന്നാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരത്താടനെ എനിക്ക് കിട്ടാൻ കാരണക്കാരി ഞാനന്ന് വീഡിയോയിൽ പ്രത്യേകം പറയണം എന്ന് തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്ത് പിന്നെ ഇമ്മക്കുട്ടിയായിട്ട് വർത്താനം പറഞ്ഞിരുന്നു. അവളോട് വർത്താനം പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന ഒട്ടും അറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. കെൻസിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോയത്. അതുകൊണ്ട് അടുത്ത സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടേക്ക് വീഡിയോസെല്ലാം കറക്റ്റായിട്ട് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ മൊയ്റ്റോസ് ഓർഡർ ചെയ്തു. ഏട്ടൻ അവരെന്തോ ഹോർലിക്സും ബൂസ്റ്റെല്ലാം കുലുക്കി അതെന്തോ അങ്ങനെ എന്തോ ഒന്ന് ഓർഡർ ചെയ്തേ. ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കി. എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മളവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം വർത്താനെല്ലാം പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു. ഇമ്മയാണെങ്കിൽ ഒട്ടും അടങ്ങിയിരിക്കുന്നുണ്ടായിട്ടില്ല. ഓക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്നാ ചെയ്യേണ്ടത് തിരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി എന്തെല്ലോ പറയുന്നു എല്ലാം ഉണ്ടായിനി. പിന്നെ നമുക്കും അങ്ങനെ തന്നെ ഓളില്ലോണ്ട് ഒട്ടും ബോറടിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. ഏച്ചിയും ഇതേപോലെ തന്നെയാണ്. വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തുകയില്ല. നമുക്ക് സമയം പോകുന്നത് അറിയുകയും ചെയ്യില്ല. പിന്നെ ഏച്ചി ഒരു മലയാളം ടീച്ചറും കൂടിയാണ്. അപ്പോൾ അതിൻ്റെയും കൂടി ഉണ്ടാവും. കുറേ കഴിഞ്ഞ് അവരോട് യാത്രയിലും പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുവാന്ന് ചെയ്തേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.